ചേട്ടാ, ഭരത് മോളെ, ചേട്ടാ, കരയല്ലേ? അവനെ എങ്ങനെയെങ്കിലും ഉറപ്പായിട്ട് കണ്ടുപിടിക്കാലോ. എനിക്ക് പേടിയാകുന്നു. ഞാനില്ലേ, ഒന്നും പേടിക്കണ്ട. ആ റൂമിൽ പോയി കുറച്ചു നേരം ഇരിക്കും. കംപ്ലൈന്റ് കൊടുക്കുമ്പോ അതൊന്ന് തെളിച്ച് പറയേ. ശരി, അവളെ കാണാനില്ല. എപ്പോഴാ കാണാതെ പോയതാ? ഇന്നലെ മുതലാ സാറേ. അതെ കേശവ, ഇവരെല്ലാരാ? ഇവരുടെ കേസ് എന്താ? ഇവര് അവരുടെ കുട്ടികളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നിരിക്കാ സാറേ. സാർ, നിങ്ങളുടെ മോനും എന്റെ മോളും എന്തോ ഒരു പ്രോജക്റ്റ് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോയതാ. അത് കഴിഞ്ഞ് ഒരു കാര്യം അറിയാൻ മേല സാർ. എന്ത് പ്രോജക്റ്റ്? എവിടേക്കാ പോയത്? അറിയില്ല. എവിടെ പോണെന്ന് എന്റെ മോളും പറഞ്ഞില്ല, ഇവരുടെ കുട്ടികളും പറഞ്ഞില്ല. അതെ കേശവ, സാർ. മിസ്സിംഗ് ആയ എല്ലാവരുടെയും നമ്പർ വാങ്ങി ആ. GPS ചെക്ക് ചെയ്ത് ശരി. എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഇവരിതെന്തായി ചെയ്യുന്നേ? പേടിച്ച് വരയ്ക്കോ മറ്റോ ആണോ? എന്താണോ താനീ ചെയ്യുന്നേ? എടോ, ആ പിള്ളേരെ കിട്ടണ്ടേ, അതിനാ ഞാൻ പ്രാർത്ഥിക്കുന്നേ. നീ പ്രാർത്ഥിക്കുകയാണോ അതോ ഉറങ്ങുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, എവിടുന്നാ ഇത്രയും വെളിച്ചം വരുന്നേ? അയ്യോ, തൊപ്പി അഴിച്ചാണോ? നമുക്ക് അഴിച്ചേക്കാം. താൻ എങ്ങനെയാ? അങ്ങനെ അതൊക്കെ ഇരിക്കട്ടെ. നെമിലിച്ചേരി അത് എത്ര ദൂരം ഉണ്ടാവും? ഒരു 90 കിലോമീറ്റർ കാണും. 90യോ? അടച്ചിരിക്കടോ. ഈ പടം നല്ലോണം ഓടും. തീർച്ചയായും 100 എടോ, ദിവസം ഇത് GPS ആണോ? GPS-ഓ? എന്റെ മൊബൈലിൽ ഇതൊക്കെ വരുമോ? ആ പറ മോളെ. ആരാ ഫോണില്? തീർച്ചയായിട്ടും ഭരതനെ കണ്ടുപിടിച്ചിരിക്കും. പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കും. വെരി കോൺഫിഡന്റ് ബിക്കോസ് ഒന്ന് വെറുതെ ഇരിക്കടോ, എന്റെ പണി പോവും. പെരുമാളെ, ഒരു പടിയാക്കും എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ സാറ് സഹോദരന്റെ മോളെയാ തേടിക്കൊണ്ടിരിക്കുന്നേ. അതെ, GPS ചെക്ക് ചെയ്ത് സ്ഥലമെത്തിയോ സാറേ, കണ്ടാൽ ഉടനെ പറഞ്ഞേക്കാം സാറേ. അയ്യോ, GPS കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് സാറേ കാണിക്കുന്നത്. അതെ സാർ, ഇവിടെ തന്നെയാ കാണിക്കുന്നത്. സാറേ ലെഫ്റ്റ് റൈറ്റ് എന്തിനാണോ പോകുന്നേ? ലെഫ്റ്റ്. ആ, അങ്ങനെ തന്നെ പോയിക്കോളൂ. നേരെ ചെല്ല. ആ, അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ആ ശരി, സ്റ്റോപ്പ്. ഇത് ആ, സ്ഥലമെത്തി. നിങ്ങളൊക്കെ കൂട്ടത്തോടെ ചെല്ല. ഞാൻ സിംഗിളായിട്ട് ജീപ്പിന് കാവലിരിക്കാം. ഹലോ, പിന്നെ കലിബ, നീ എവിടെയാ? എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് നിന്നെ കാണണം. ഓക്കെ അല്ലേ? രാത്രി 8 മണിക്ക്. അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്താ കാര്യം? ഇതെല്ലാം ഞാൻ തന്നെ നോക്കണമല്ലേ? അതെ, ഇതെല്ലാം പ്രധാനപ്പെട്ട തെളിവുകളാ കേസിനാസ്പദമായത്. രാവിലെ ഇതെല്ലാം റിക്കവർ ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? എനിക്കും നിനക്ക് മാത്രമേ ഇത് അറിയാവൂ. ഇതെല്ലാം പുറത്തു പോയാൽ അറിയാലോ. സാർ എന്നെ ഏൽപ്പിച്ച ജോലി എന്തെങ്കിലും ഞാൻ താമസിച്ചിട്ടുണ്ടോ? തന്നേക്ക്, എല്ലാം ശരിയാക്കാം. ഇത് എവിടെ നിന്ന് പറക്കിയെടുത്തുണ്ടെന്ന് അറിയില്ല. നാളെ കാലത്ത് കാണാം. എന്നാ വരട്ടെ കലിപ്പ. കാണാം സാർ.
ഉം. അനിയ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മുമ്പ് പറയാതിരുന്നതാ. നീ ഏതോ അമാനുഷിക ശക്തിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ദേ എന്റെ പുറകിൽ കണ്ട ആ ബംഗ്ലാവ് കണ്ടില്ലേ? അതില് പിശാചുണ്ട്, പിന്നെ രക്തയക്ഷി വരെ ഉണ്ട്, പിന്നെ ഒരുപാട് ഭൂതങ്ങളുമുണ്ട്. 5 പേരകത്ത് പോയിട്ട് അവരെല്ലാം അവിടെ കിടന്ന് മരിക്കുക ചെയ്തത്. മതി അനിയ. ഓക്കെ അല്ലേ? ആ ഓക്കേടാ, ഓക്കെ ചേട്ടാ, സൂപ്പറാ. എന്തിനാ മോനെ ഇതൊക്കെ എടുത്തേ? ഇതാ ചേട്ടാ, ഇത് മതിയല്ലോ. എന്താ അനിയ, ഒരു 500 തികച്ചു താ. ഒരുപാട് കള്ളം പറഞ്ഞില്ലേ? നിങ്ങൾ ഇത് വെച്ച് ചേട്ടാ, സമ്പാദിക്കും. ഇനിയും കുറെ ചെലവുകളുണ്ട്, ഒന്ന് ക്ഷമിക്ക്. അടുത്ത പ്രോഗ്രാം നിങ്ങൾ വെച്ച് തന്നെ, വലിയ ബഡ്ജറ്റ്, വലിയ പ്രോഗ്രാം. ഓക്കെ അല്ലേ? ഓക്കേടാ ചേട്ടാ, ഒരു സെൽഫി. വേറെ എല്ലാവർക്കും ഒരു വലിയ ഹായ്. നമ്മളിപ്പോൾ പബ്ബിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ ആമ്പിളരും ഓരോരോ പെമ്പിളരെയും വിളിച്ച് വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടിനും കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും എഡിറ്ററിനെ പോലെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നതാ എൻ്റെ ഫ്രണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എടാ ഒന്ന് വെറുതെ ഇരിക്കുക. എക്സ്ക്യൂസ് മീ. എടാ ഇതിനെ കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്ക്. ഇത് ഇവിടെ വെക്കാനുള്ളതല്ല, വെറുതെ ഇരിക്കെ. എടാ ഇത് താഴേക്ക് വെക്കേ. Looking at it, right? Just shut your hole. അളിയാ ഒന്ന് ചിരിച്ചേ. എന്താടാ ചിരിക്കാൻ പറഞ്ഞ ദേഷ്യപ്പെടുന്നേ? നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ മോഡലൊന്നും കിട്ടത്തില്ലേ? നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. ഞാൻ വരാം. ഞാൻ വരാന്ന് പറയുന്നില്ലേ, ഞാൻ വെറുതെ. ഇതൊരു കഷ്ടമായല്ലോ. വാളിയാ വാ. ഇവനൊരു തലവേദന ആയാലോ. പെട്ടടാ നിങ്ങളൊക്കെ. എപ്പോ നോക്കിയാലും സിഗരറ്റും വലിച്ചു. ഓക്കേടാ, ദേഷ്യപ്പെടല്ലേ. Where's your laptop? എടാ എടാ നിക്ക്, ഞാൻ നോക്കട്ടെ. അനിയ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മുമ്പ് പറയാതിരുന്നു. അളിയാ ആ വാച്ച്മാൻ പറഞ്ഞ ഡയലോഗ് എടാ അവിടെ ഉണ്ടെടാ. എടാ അത് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. എടാ ആരാടാ? ഹലോ. എന്റെ പുറകിൽ കണ്ട ആ എടോ ബംഗ്ലാവ് കണ്ടില്ലേ? ഞങ്ങളുടെ ലാപ്ടോപ്പിൽ താൻ എന്താടോ ചെയ്യുന്നേ? തന്നോടാ ചോദിക്കുന്നേ. ഹേയ് രക്തയക്ഷി വരെ ഉണ്ട്, പിന്നെ എടാ, ഒരുപാട് ഭൂതങ്ങളുമുണ്ട്. ഇവനെന്താ ചെവിടാണോ? ഹേയ്, ഹേയ്. പോയിട്ട് അവരെല്ലാം അവിടെ പീസ്. കിടന്ന് എന്ത് മരിക്കുക ചെയ്തത്. പീസോ? എടാ ഇങ്ങോട്ട് താടാ. ഹേയ് ചിൽ ബ്രോ. മതി അനിയ. ഇത് കൃഷല്ലേ? ഇവനിവിടെ എന്താ ചെയ്യുന്നേ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. വിളിച്ചാൽ എടുക്കില്ല. നിന്നെ ഞാൻ സ്കൈപ്പിൽ നോക്കട്ടെ. അവ ഇതും എടുക്കുന്നില്ലല്ലോ. ഫോൺ എടുക്കാതെ ഇവൻ എന്താ ഇത്ര ജോലി? നിൽക്കും, നിനക്കം വെച്ചിട്ടുണ്ട്.
ബൈ ഖലീഫ. സോറിയടാ എന്തുകൊണ്ടാ നീ ഫോൺ എടുക്കാത്ത? ഓക്കെ പോലീസ് തന്ന എവിഡൻസ് നിന്റെ കയ്യിലാ ഉള്ളതെന്ന് എനിക്കറിയാം. അതിലെന്താ ഉള്ളത്, ഏതാ ഉള്ളത് എന്നൊക്കെ ഒന്ന് വിവരിച്ചേ. കൃഷ്, ആ കുട്ടികളെ നീ എന്താ ചെയ്തേ? എടാ ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ടവനാണോ? ഇങ്ങോട്ട് നോക്ക് കൃഷ്, ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന പോലീസ് കേസാ. എവിഡൻസ് ബ്രേക്ക് ചെയ്യുന്നത്, ട്രാമ്പർ ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ റെഡ് കാർഡാ. ബ്രോ, നിന്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാ അത് ഞാൻ വന്ന് സോൾവ് ചെയ്യണം. പക്ഷേ എന്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സൈഡാക്കും അല്ലേ? നിന്റെ സിസ്റ്ററിന് ഒരു ജോലിയുടെ കാര്യം വന്നപ്പോ അത് റെഡിയാക്കി തന്നെ ഞാനല്ലേ? അത് നീ മറന്നു അല്ലേ? ഷിറ്റ്. സോറി അനിയ, ടെൻഷനായോണ്ട് പറഞ്ഞതാ. നീ പറയുന്നത് പോലെ എനിക്ക് ഈ വീഡിയോ അയക്കാൻ പറ്റില്ല. ഇസ് കോൺഫിഡൻഷ്യൽ. എടാ നീ ഒന്നും അയക്കണ്ട. അതിൽ നീ എന്താ കണ്ടേന്ന് മാത്രം എന്റെ അടുത്ത് പറയേ. നീ പോലീസിന്റെ അടുത്ത് എവിഡൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. ബൈ ഖലീഫ. ബ്രോ, റോളിംഗ്. ഇത് നോക്കൂ ഭാരത് ആൻഡ് കിരൺ, നിങ്ങളൊരു ഫേക്കായ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എല്ലാരെയും ചീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ നമ്മുടെ ജനം ഇതൊന്നും വിശ്വസിക്കത്തില്ല. സോ അതിന് പകരം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വിസ്കോം സ്റ്റുഡന്റ് നന്ദിനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഡീപ് ലവ്. എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ല, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൻ അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം കൃഷ്ണയുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് നന്ദിനി തനിച്ച് ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവളെ റേപ്പ് ചെയ്തു, കൃഷ്ണയുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച്. അത് കഴിഞ്ഞ് നന്ദിനി സൂയിസൈഡ് ചെയ്തു. അവളുടെ മരണത്തിന് ഉത്തരവാദിയായ എല്ലാരെയും അവൾ പ്രേതമായി വന്ന് സൂയിസൈഡ് ചെയ്യിപ്പിച്ചു. സൂയിസൈഡ് അറ്റംപ്റ്റില് കൃഷ്ണ മാത്രം രക്ഷപ്പെട്ടിരുന്നു. കുറേ നാള് അവൻ ഹോസ്പിറ്റലില് കോമയിലായിരുന്നു. കൃഷ്ണ എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്നറിയോ? നന്ദിനിയുടെ പ്രേതം അവന്റെ തോളത്ത് കയറി ഇരിക്കായിരുന്നായിരുന്നു ഐതിഹ്യം. അവളുടെ പ്രൈവസിക്ക് എതിർപ്പുണ്ടായിരുന്ന ഡോക്ടേഴ്സ്, നഴ്സസ് എല്ലാരെയും അവള് പ്രേതമായി വന്ന് ടോർച്ചർ ചെയ്ത് ഓരോരുത്തരെയും സൂയിസൈഡ് ചെയ്യിപ്പിച്ചു. അവിടെ അമാനുഷ്യമായ കാര്യങ്ങൾ നടക്കുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ എല്ലാവർക്കും ഒരു ഭയമാണ്. പക്ഷേ ആദ്യം ഗവൺമെന്റ് ഇതൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. പിന്നെ നിങ്ങളെപ്പോലത്തെ ചില വിസ്കോം സ്റ്റുഡൻസ് അമാനുഷ്യമായ ശക്തികളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനകത്ത് പോയിരുന്നു. പക്ഷേ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റ് ആ ഹോസ്പിറ്റലിന് സീൽ വെച്ചത്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, നിങ്ങൾ ഉടനെ തന്നെ ഒരു ടീം അസംബിൾ ചെയ്ത് അവിടെ നടക്കുന്നതെല്ലാം ലൈവായിട്ട് ഷൂട്ട് ചെയ്യണം. അതെല്ലാം ഞാൻ ലൈവായിട്ട് റിലേ ചെയ്യാൻ പോവാ. ഇത് നമ്മുടെ 3 പേർക്ക് ഇടയ്ക്ക് നിൽക്കട്ടെ.
എടാ കിരൺ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? വീഡിയോ കവർ ചെയ്യാൻ എല്ലാരും റെഡിയാണ്. പക്ഷെ അവര് ചോദിക്കുന്ന പെർസെന്റേജ് 20-20യോ? എടാ നമ്മൾ പബ്ബിൽ വെച്ച് എന്താ ഡിസൈഡ് ചെയ്തത്? 10% എന്നല്ലേ? ഇപ്പൊ എന്താ 20% ചോദിക്കുന്നത്? അറേഞ്ച് ചെയ്യാൻ പറ്റ പാട് ഞങ്ങൾക്കേ അറിയുള്ളൂ സാറേ. നിങ്ങളും വെറുതെ. എടാ നിങ്ങളൊക്കെ ആരാ? നിങ്ങളുടെ പെർഫോമൻസ് എന്താന്ന് പോലും അറിഞ്ഞുകൂടാതെ 10% ഓക്കെ പറഞ്ഞാൽ അതിനിടയ്ക്ക് ഡിമാൻഡ് ചെയ്യണോ? ചെറിയ പിള്ളേരാന്ന് വിചാരിച്ച വലിയ ഡിമാൻഡും കൊണ്ടുവരിക. എടാ ഞാൻ തന്നെ വലിയൊരു റിസ്ക് എടുത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായി ഡീൽ സൈൻ ചെയ്താ നിങ്ങൾക്കൊരു ലാഭം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ തന്നെ കളഞ്ഞു വിളിക്കാണല്ലോ. എടാ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ടീമോടെ വാ, അല്ലെങ്കിൽ വിട്ടിട്ട് പോയിക്കോ. ക്രിഷ് ബ്രോ പക്ക, നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാരും പക്കയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും സ്കൈപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഞാൻ വിശ്വസിച്ചോളാം. ഹായ് ഫ്രണ്ട്സ്, ഐ എം ക്രിഷ്, യുവർ ഹെഡ് ഓഫ് ദ ടീം. ഭരത് ക്യാമറ ക്രൂ നമ്പർ 1 ആൻഡ് കിരൺ ക്യാമറ ക്രൂ നമ്പർ 2. ഓക്കെ ബ്രോ, ഞാനിപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സിനെ എല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവളുടെ പേര് നിക്കി, ഇവൾ ഫൈനൽ ഇയർ വിസ്കോം സ്റ്റുഡൻറ്റ്. അടുത്തത് ജോസഫ്. ജോസഫിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ 1ാം നമ്പർ പേടിത്തുറിയ, പക്ഷേ അതൊന്നും വെളിയിൽ കാണിക്കത്തേ ഇല്ല. നെക്സ്റ്റ് വൈഷ്ണവി. വൈഷ്ണവിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ടിപ്പിക്കൽ മോഡേൺ ഗേൾ. അടുത്തത് രൺവീർ. അവന് പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. അത്രയേ ഉള്ളൂ ബ്രോ. അടുത്ത് കിരൺ ഡേയിൽ കൊടുക്കാം, അവൻ്റെ ടീം മെമ്പേഴ്സിനെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മോണിക്ക ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. കുറച്ച് സൈക്കോ പോലെയാണ്, എല്ലാത്തിനും പേടിച്ച് ഓടുന്നതും ഉണ്ട്. അടുത്തത് സൂര്യ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് ഭയങ്കര ഫിലിം കാണിപ്പാണ്. ദേഷ്യമുള്ള സിറ്റുവേഷനിൽ കാമായിട്ട് അത്രയ്ക്ക് ശാന്തമായ പയ്യനാണ്. അടുത്തത് നോക്കിയാൽ ശ്രീ. ഇപ്പോഴാണ് ഫ്രഷ് ആയിട്ട് കോളേജിലേക്ക് പോകുന്നത്. നമ്മളിപ്പോ ഷൈൻ ഹോസ്പിറ്റലിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് ക്രിസ് സാറിന് അയച്ച് അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി. അതെ, എല്ലാരും റെഡി ആയിക്കോളൂ. ലൈവ് റിലേ വിത്ത് നോ ഡിലേ. കം ഓൺ ഗൈസ്. കൈയും കാലും പിടിച്ച ഷെയർ റെഡി ആക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അടി കൂടാതെ എടുത്തോണ്ട് പോയിക്കോളൂ കേട്ടോ. ആൻഡ് ഓവർ ടു ഭാരത്. ഓക്കെ അല്ലേ? എന്നിട്ട് അവിടെ കുറെ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അത് ഞങ്ങൾ ഒന്നും വിടാതെ ക്യാപ്ചർ ചെയ്യാൻ പോവാ. ഓക്കെ അല്ലേ? അതെന്ത് ശക്തിയാണെന്ന് നമ്മള് നോക്കാം അല്ലേ? നോക്കിക്കളയാം. ഓക്കെ ബൈ. 8:30 ബി റെഡി ജൂട്ട്. ബൈ ബൈ. ലെറ്റ്സ് ഗോ. ഹായ്. ഹലോ. ഓക്കെ ഗൈസ്, നമുക്ക് സൗണ്ട് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? റെഡി. ഭരത് ഹിയർ. ഓക്കെ. കിരൺ ഹിയർ. നല്ല വിശപ്പുണ്ട് സാർ, എനിക്കൊരു മസാല വട മാത്രം അയച്ചു തരുമോ? വൈഷ്ണവി ഹിയർ സർ. ശ്രീ ഹിയർ. Joseph here. ഓക്കെ. സൂര്യ here. മോനിക ഹിയർ. സർദാർജി. Rani here. എല്ലാരും പേര് തന്നാലോ? എല്ലാരും അറ്റൻഡൻസ് കൊടുത്തല്ലോ? കൊടുത്തല്ലോ. ഹേയ്, എനിക്ക് എന്താ ഇവിടെ മാന്ത്രിക ശക്തി ഉള്ളതുപോലെ തോന്നുന്നു. എന്താടി പറയുന്നേ? എനിക്ക് തണുപ്പടിക്കുന്നു. ബനിയൻ ഇടാണ്ട് ഷർട്ട് ഇട്ടോണ്ട് വരാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പറഞ്ഞാ കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടെന്നാണ് നിനക്ക് തോന്നുന്നത് അല്ലേ? മേബി കാണാം. എല്ലാം നിന്റെ മോന്ത പോലെ ആണ്. എടാ ഈ ലൊക്കേഷൻ നോക്കടാ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഏതോ ദാ ഇവിടെ നോക്ക്. എന്താണ് ആരെയോ അടക്കം ചെയ്തിരിക്കുന്നു. എടാ നമുക്കിപ്പോ ഇവിടെ AMD മീറ്റർ യൂസ് ചെയ്ത് നോക്കിയാലോ? നമ്മളാ ഷൈൻ ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് പോലും എത്തിയിട്ടില്ല. എടാ എപ്പോഴാടാ വരിക? അവിടെ എന്തോ പോയ പോലെ ഉണ്ട്. എവിടെ? എന്താണത്? നിന്റെ തലക്കിട്ടൊന്ന് കൊടുക്കണം. ഒരു സെക്കൻഡ് എന്റെ ഹാർട്ട് ബീറ്റ് തന്നെ നിന്ന് പോയി. വെറുതെ പേടിപ്പിച്ചോണ്ടിരിക്കുക. ആരാ നന്ദിനെ വീണ്ടും മീറ്റ് ചെയ്യുന്നു പറഞ്ഞേ? ദാ ഇവരെന്നെ. എന്താടാ അവിടെ നോക്ക്. അത് വളരെ ആപത്തുള്ള സ്ഥലമാണ്, അങ്ങോട്ടേക്ക് ആരും പോവരുത്. ഹായ്, ഞാൻ ഇതാ കണ്ടുപിടിച്ചു. എന്താടാ ഒരു ഐറ്റം കണ്ടുപിടിച്ചിട്ട് അതാണോ നീ എടുക്കാൻ പോന്നെ? ഇല്ലടാ, നിക്കടാ. എന്താടാ ഇങ്ങനെ ചെയ്യുന്നത്? എന്താടാ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നത്? അയ്യോ എന്റെ ഈശ്വരാ. പാന്റീസ് അണ്ടർവെയർ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കണല്ലേ? അതെ അളിയാ, ഇന്നലെ നീ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവിടെ കളഞ്ഞിട്ട് വാ. ഇവന്റെ ഒരു കാര്യം. ഇതൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്നതല്ലോ. എന്താ ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഭയങ്കരമായ മാർക്കൊക്കെ ആണല്ലോ തേടുന്നത്. എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓൾമോസ്റ്റ് നിങ്ങൾ എത്തി കേട്ടോ. നിങ്ങളുടെ മുമ്പിലുള്ളതാ ഇപ്പൊ ഷൈൻ ഹോസ്പിറ്റൽ. അങ്ങനെ ഒന്ന് ടിൽ ഡൗൺ ചെയ്ത്. ഓക്കെ, കുറച്ച് പാൻ റൈറ്റ്,
ഭാരത് ലെഫ്റ്റ് ഒരിക്കൽ കൂടെ നന്നായിട്ട് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഡിവൈസിന്റെ സൗണ്ട്, ബ്ലൂടൂത്ത്, ക്യാമറ എല്ലാം ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്തോളൂ. ഓണിലാണോ, റെക്കോർഡ് ആവുന്നുണ്ടോ എല്ലാം ഒന്ന് നോക്കിക്കോളൂ. കാരണം നമ്മളിപ്പോൾ ലൈവ് പോയി കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പർ ആയിട്ട് റിസീവ് ചെയ്യണം. അല്ലേ ഭരത്? നമ്മളിപ്പോ ഷൈൻ ഹോസ്പിറ്റലിനകത്ത് കയറി കഴിഞ്ഞു. ആൻഡ് ദിസ് ഇസ് കൊച്ചിസ് ഫസ്റ്റ് ഹൊറർ പ്രോഗ്രാം. ഇത് റിലീസ് ആകുമെന്ന് തോന്നുന്നു. സോൾ സീക്കേഴ്സ്, ലെറ്റ്സ് ഗോ. ഇതൊരു ഫണ്ണി ട്രിപ്പാ. സോ അങ്ങനെയല്ലേ? എന്റെ കൂടെ വന്നാൽ ഞാൻ സൂക്ഷിച്ചു കൊണ്ടു. അയ്യോ, ഇത് മാത്രമേ കണ്ടില്ലെന്നുള്ളൂ. പ്രേതം വന്നാൽ ഞാൻ കണ്ടുപിടിച്ചോളാം. എടാ കിരണേ, നല്ല ആളാ നീ. താഴേക്ക് നോക്ക്, താഴേക്ക് നോക്ക്. വണ്ടിയേ ഇല്ല. എവിടെ ട്രാഫിക് ഉള്ളത്? താഴെ സൂക്ഷിച്ചു പോയിക്കോളൂ. ഓക്കെ വ്യൂവേഴ്സ്, ഇപ്പോൾ എൻ്റെ ടീം ഹോസ്പിറ്റലിനകത്ത് പോകാൻ പോവാണ്. ഗൈസ് റെഡി? സോൾ സീക്കേഴ്സ് റെഡി? 1 2 3 ഗോ. ഗൈസ് എല്ലാരും വരൂ. വാ. എന്താണ് ഇത്? എടാ ചവിട്ടി പൊട്ടിക്കേ. എടാ ഞാൻ ജെല്ലിലേക്ക് വരും. എടാ വേഗം, നീ ഒന്ന് ഉടച്ചേ. ആ പോവാ. യാ എടാ പതുക്കെ. സൂക്ഷിച്ചു നടക്ക്. വെറുതെ എന്തിനാ ശബ്ദം ഉണ്ടാക്കുന്നേ? നോക്കി നടക്ക്. എന്താടാ നിങ്ങളൊക്കെ നല്ല ജോളിയാണല്ലോ. എടാ ആരെയും വിട്ടിട്ട് വന്നിട്ടില്ലല്ലോ. ബ്രോ കേറി വാ. എടാ കണ്ടന്റിന് വേണ്ടി ഇരിക്കട്ടെ. വാ വാ വാ. നോക്കി നടക്ക്. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, ഹറി അപ്പ്. ലെറ്റ്സ് മൂവ് ഫർദർ. Careful, man. അയ്യോ മറന്നുപോയല്ലോ. വ്യൂവേഴ്സ്, സോ ഫൈനലി നമ്മുടെ സോൾ സീക്കേഴ്സ് ടീം ഷൈൻ ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ടുണ്ട്. ഹായ്. ഇപ്പൊ നിങ്ങൾ കണ്ടതൊന്നും പ്രാങ്ക് അല്ല. എസ്പെഷ്യലി ആ പറവ വന്നത്. അതെല്ലാം വളരെ നാച്ചുറലായി വന്നതാണ്. ഓക്കെ ഗൈസ് സോ എല്ലാവരും സൈലന്റ് ആയിട്ട് എനിക്ക് വന്നേ. നമ്മൾ ലൈവിലാ ഉള്ളത്. ഓക്കെ വ്യൂവേഴ്സ്, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഹാൾവേ നോക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഇവിടെ ഭയങ്കര ഇരുട്ട്. ഇവിടെ ഇരുട്ടാണെന്ന് അറിയാലോ. ഒന്ന് വായ അടച്ചു വാ. എന്ത് സ്ഥലമായത്? ഭയങ്കര വിചിത്രമാണല്ലോ. വേഗം വാടാ. ഇൻട്രസ്റ്റിംഗ്. സംഭവം ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടല്ലോ. Is it? ഓക്കെ വ്യൂവേഴ്സ്, ഇപ്പൊ വന്ന ടൈം വന്ന് 12:29 ആവാണ്. അതൊരു പൊടിയാണ്. കുറച്ച് പേടിയാവുന്നുണ്ടല്ലേ? സോ ഗൈസ്, ടൈം ഇപ്പോ 12:30 ആണ്. നമ്മളുള്ളത് ഷൈൻ ഹോസ്പിറ്റലാണ്. ഓവർ ടു കിരൺ. എല്ലാരും എന്നെ ഫോക്കസ് ചെയ്തേ. അക്കോർഡിംഗ് ടു മീ ഇതായിരിക്കും റിസപ്ഷൻ ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചെന്ന് കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഇവിടെ ആരോ താമസിച്ച പോലെ ഉണ്ടല്ലോ. നിനക്ക് അങ്ങനെ തോന്നുന്നോ? അരേ എനിക്ക് ഭയങ്കര ചില്ലുന്നുണ്ട്, തണുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഫീൽ ആണല്ലേ. എന്താ അവള് തണുത്ത് കുറച്ച് ചത്താ നീ വിശ്വസിക്കോ? ഗൈസ് സൈലൻസ്. നമ്മളിപ്പോ ലൈവിലാണ്. ഐ തിങ്ക് നമ്മളിപ്പോ പ്രേതത്തിനെ നോക്കിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഈ ഹാൾവേ രണ്ട് സൈഡും വയേർഡാണ്. ഞങ്ങൾ ഏകദേശം റിസപ്ഷൻ ഹാളിന്റെ അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് മൂവ് ഫർദർ. പോകാം. വേറെ ആരായിരിക്കും? മരിച്ചുപോയ നിന്റെ മുത്തപ്പനായിരിക്കും. എന്നാലും നിന്റെ കുടുംബക്കാർക്ക് ഇത്രയും സൗന്ദര്യമൊന്നും കാണില്ലല്ലോ. ഗൈസ്, പോണ വഴിക്ക് ലെഫ്റ്റ് ഹാൾവേ മുഴുവൻ പെയിന്റിങ്സ് ആയിരിക്കും. നോക്കിക്കേ. എവിടെ ക്രഷ്? പെയിന്റിംഗോ? അതിന്റെ പുറത്ത് Okay, ടോർച്ച് okay, അടിച്ച് okay, വ്യൂവേഴ്സിനെ ഒന്ന് കാണിച്ചേ. അതിന്റെ പുറത്ത് നന്നായിട്ട് ടോർച്ച് അടിച്ചേ ഭരത്. ഓക്കെ ആ അങ്ങനെ തന്നെ. ഓക്കെ വ്യൂവേഴ്സ്, 13 വർഷമായി ഈ ഹോസ്പിറ്റലിനകത്ത് ആരും കയറിയിട്ടില്ല. ഫൈനലി നമ്മുടെ സോൾ സീക്കേഴ്സ് ആണ് ഇപ്പൊ അകത്ത് കയറിയിരിക്കുന്നത്. ഇവിടെയാ എന്തിനാ പേടിക്കുന്നത്? ഇറങ്ങടാ, വാ പോവാം. ഹലോ. നിക്കൊക്കെ വരാം. ഗൈസ് ഞാൻ എന്താ പറഞ്ഞേ? പോകുമ്പോ എല്ലാരും സ്പ്രെഡ് ചെയ്ത് നടക്കണം. ഓക്കെ പക്ക.
ഗൈസ് സ്പ്രെഡ്. ഓക്കേ. ഹായ് ഗായ്സ്, ഈ മോണിക്ക നിങ്ങൾക്ക് വേണ്ടി പാരീസ് ചർച്ചിൽ നിന്ന് ഹോളി വാട്ടർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ ഹോളി വാട്ടർ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാ. ഇപ്പൊ അതിന്റെ അടുത്ത് ക്യാമറ ഫിക്സ് ചെയ്യാൻ പോവാ. ഗോസ്റ്റ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യും. പുണ്യ വെള്ളത്തിന്റെ അടുത്ത് ഗോസ്റ്റ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണ്ടേ, അതിനു വേണ്ടി തന്നെയാ. പൊതുവെ എത്ര ടെക്നോളജി വളർന്നിരുന്നാലും ഒരു മതം വെച്ച് ഇതുപോലെ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാൻ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലേ. ഇതാണ് മോണികയുടെ മെത്തേഡ്. ഗൈസ് വി ഹാവ് റീച്ച്ഡ് 20,000 വ്യൂവേഴ്സ്. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, അങ്ങനെ ലൈവിൽ പോയിക്കോളൂ. ഓക്കേ, ബട്ട് ടേക്ക് കെയർ. എന്തൊരു ശബ്ദം കേട്ടില്ലേ? വ്യൂവേഴ്സ്, നിങ്ങളത് കേട്ടോ? ഒരു ലൗഡ് നോയ്സ്. ഒരേ ഒരു മിനിറ്റ്, ഞാനത് റീവൈൻഡ് ചെയ്ത് കാണിക്കാൻ പോവാ. ഇതാ കാണൂ. ക്രേസി മാൻ, വാട്ട് ഇസ് ദിസ്? നിങ്ങൾ കേട്ടോ വ്യൂവേഴ്സ്? എനിക്ക് പേടിയാവുന്നു. ഒന്നുമില്ല, ഇറ്റ്സ് ബീൻ ജസ്റ്റ് ഹാഫ് ആൻ അവർ. ആ ഹാഫ് ആൻ അവറിൽ 3 to 4 പാരനോർമൽ ആക്ടിവിറ്റീസാണ് നമ്മൾ കണ്ടത്. ഗൈസ്, നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, സേഫ് ആയിട്ടിരുന്നോളൂ. ട്രൈ ക്യാപ്ചറിംഗ് യാ ഷുവർ. അപ്പൊ ടോർച്ച് അടിച്ച് നോക്കിക്കോളൂ. എല്ലായിടത്തും ക്യാമറ കാണിച്ചു. ഇറ്റ്സ് ഗോയിങ് ഗുഡ്. പെറുക്കമുള്ള ഡോർ അടഞ്ഞത്. വെയിറ്റ് ചെയ്യൂ, തിരിച്ചു അത് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇല്ല ഗൈസ്, ഇത് സത്യം തന്നെയാ. അളിയാത് ചീഫ് ഡോക്ടറിന്റെ റൂമാ. അതിന്റെ കഥ തനിച്ചടഞ്ഞത്. വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. നോക്ക്. വാ, നമുക്ക് ചെന്ന് നോക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ചീഫ് ഡോക്ടറിന്റെ റൂമിലാണ്. ഈ കഥ പടഞ്ഞത് ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. ഇങ്ങനെ പേടിയാവുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. നിക്കി, നിന്റെ ലെഫ്റ്റിൽ ഒരു ചെയർ അല്ലേ? അതിലേക്ക് ക്യാമറ പാൻ ചെയ്തേ. ഈ ഫോട്ടോയിൽ കാണുന്നത് ലേഡി ബോസ്. അവരാണ് ഈ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടർ. എല്ലാ പേഷ്യൻസിനെയും കൊന്നിട്ട് അവരും കാണാതെ പോയി. ഗൈസ്, ഇതാണ് സത്യമൂർത്തി രത്നവേൽ, ഫേമസ് സൈക്കാട്രിസ്റ്റ്. ഈ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടർ ഇദ്ദേഹമായിരുന്നു. അപ്പൊ ആ ടേബിൾ ടെന്നീസിന്റെ ശബ്ദം ഇവിടെ ആയിരിക്കും കേട്ടതല്ലേ? അതെ. ഇവളാണെങ്കിൽ പേടിപ്പിക്കുകയാണല്ലോ. അവള് തന്നെ വെറുതെ പറഞ്ഞു നടക്കുക. അതും വിശ്വസിച്ചോണ്ടിരിക്കുക അവള്. ഏയ് സൂര്യ, ഒന്ന് സൂം ഇൻ ചെയ്തേ. വ്യൂവേഴ്സ്, ഇതാണ് മറിയ. അവിടുത്തെ നേഴ്സായിരുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫോട്ടോ. മൈ ഗോഡ്, എനിക്കിവിടെ ഇരുന്ന് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഐ എം സോ സ്കാഡ്. പക്ഷേ എന്റെ ടീം ഇപ്പോൾ അകത്താണ്. നഴ്സ് മരിയ അങ്ങനെ എന്താ ചെയ്തത്? കൃഷ്ണ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം കുറെ ഡെത്ത്സ്, പല ഫയർ ആക്സിഡൻസും നടക്കാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം നഴ്സ് മറിയയെ വെച്ച് നന്ദിനി ചെയ്തു കൂട്ടിയതായിട്ടാണ് എല്ലാവരും പറയുന്നത്. മരിയ, എവിടെയാ നിങ്ങൾ?
നന്ദിനി എന്തിനാ അങ്ങനെ ചെയ്യണം? കൃഷ്ണയുടെ തോളിന്റെ പുറത്ത് നന്ദിനി ഇരിക്കുന്നതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. സോ ഈ ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ അവളുടെ പ്രൈവസിയെ ഡിസ്റ്റർബ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടാവും. സോ നഴ്സ് മറിയെ വെച്ച് ഇവിടെ ഉള്ള എല്ലാരെയും കൊന്നൊടുക്കി. അപ്പൊ കൃഷ്ണ എവിടെ? നോ ഐഡിയ. Okay guys, we are back to live. Let's go. Soul Seekers, ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്താൽ മതി. ഭരത്, ആ സ്റ്റെയർ കേസ് അല്ലേ? ഗോ അപ്പ് ദ സ്റ്റെയർവേസ്. എല്ലാരും ചേർന്നാണോ? ആ, എല്ലാരും പോയിക്കോളൂ. എന്നിട്ട് മോണിക്ക, അവിടെ റൈറ്റിൽ ഒരു പാസേജ് അല്ലേ? ആ, അത് തന്നെ. മറ്റവരൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഐ എം ജസ്റ്റ് ടേക്കിംഗ് മോണിക്ക ടു അനദർ റൂം. മോണിക്ക, ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള റൂമിൽ കയറിയേ. ക്യാപ്റ്റൻ, ഭയങ്കര ഇരുട്ടാണ്. just go മോണിക്ക, it's okay. ഓക്കേ. എല്ലാരും അടുത്തല്ലേ ഉള്ളത്? ഭരത് is right there, okay? Yes. Captain. Just trust me, you know. ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. നീ ധൈര്യമായിട്ട് പോയിക്കോ. മോണിക്ക, ഭരത്, നിക്കി, go to മോണിക്ക. യാ. We are going, bro. മോണിക്ക. ഭരത് അവിടെ. എന്ത് പറ്റി? Guys, relax, guys. Relax. അടുത്ത് പോയി ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ? Can you? ഞാൻ പോകാം കൃഷ്. Careful, ഭരത്. ഭരത്, എല്ലാരും മോണിക്കയുടെ കൂടെ തന്നെ കാണും. വേണ്ട ഭരത്. ഭരത്, പതുക്കെ ബെഡിന്റെ പുറത്ത് കയറ്. അളിയാ, നോക്കട്ടെ. വേണ്ട ഭരത്. വേണ്ടടാ, തൊടണ്ട. വിഗാടാ. ഗായ്സ്, മൈ ഗോഡ്. മോണിക്ക, അതൊരു വിഗായിരുന്നു മോണിക്ക. ഓക്കെ ഗൈസ്, നിങ്ങൾ ഒരു 2-3 പേര് പിരിഞ്ഞ് ആ ഹോസ്പിറ്റലിലുള്ള മറ്റ് റൂമുകൾ കൂടെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് കീപ് ഇറ്റ് ഗോയിങ്. ഓക്കേ സർ. ഷോ. ഞാൻ പേടിച്ചു പോയി. എന്താ ഇത്? യാ, ഓക്കെ. ആ ശ്രീ, അങ്ങനെ ആ വാൾ ഒന്ന് ഫോക്കസ് ചെയ്തേ. ഇവിടേക്ക് ലൈറ്റ് അടിക്കേ. ഇവിടെയാണോ? എന്തോ എഴുതിയിട്ടുണ്ട്, നോക്ക്. വ്യൂവേഴ്സ്, ആ വാളിലേക്ക് കണ്ടോ? ലെറ്റ്സ് ലിവ് ടുഗദർ എന്നാ എഴുതിയിരിക്കുന്നത്. നൈസ്. ഇവിടെ ഒരു സെൽഫി എടുക്കാം. എടുക്കാം. അടുത്ത് വാ. ഗേൾസ്, ലെറ്റ്സ് ബി സീരിയസ്. ഓക്കെ, നമ്മളിപ്പോ ലൈവിലാ ഉള്ളത്. സോറി. ശരി, വാ പോവാം. താഴെ നോക്കി നടക്ക്. Oh my God. രൺവീർ ആൻഡ് നിക്കി, ആ റൂമിനകത്ത് പോയി ആ റൂമിന്റെ ടെമ്പറേച്ചർ ഒന്ന് റെക്കോർഡ് ഓക്കെ ക്യാപ്റ്റൻ. നമ്മളിപ്പോ 4th ഫ്ലോറില് ഹോൾവേയിലാണ്. ഈ ഹോസ്പിറ്റൽ സീലിംഗില് മുഴുവനും ഫ്ലാഷ് ലൈറ്റും ഇൻഫ്രാറെഡ് ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ കാറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായാലും ഇല്ലെങ്കിൽ ഈ റൂം ടെമ്പറേച്ചർ അധികമായാലും ഫ്ലാഷ് ലൈറ്റ് കാണിച്ചു കൊടുക്കും. അതായത് അത് അത്രയും സെൻസിറ്റീവ് ആണ്. ശരി, ഇപ്പൊ നമ്മൾ റൂം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പോവാണ്. റൂം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ കാണിക്കുന്നത് 30 ഡിഗ്രിയാ. നമ്മള് ഹാൾവേയിൽ അപ്പോൾ എൻട്രി ആകുമ്പോൾ എത്ര ഡിഗ്രി ആയിരുന്നു കാണിച്ചിരുന്നത്? എനിക്ക് തോന്നുന്നു അപ്പോ 40 ഡിഗ്രി ആണെന്നാണ്. കണ്ടില്ലേ വ്യൂവേഴ്സ്, നമ്മൾ ഹാൾവേയിലേക്ക് കയറിയപ്പോൾ 40 ഡിഗ്രി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 30 ഡിഗ്രീസേ ഉള്ളൂ. ഏകദേശം ആ മനുഷ്യശക്തിയുടെ അടുത്ത്, അതായത് നന്ദിനിയുടെ അടുത്തെത്തിന്നാ തോന്നുന്നത്. We will wait and watch. പ്രേതം വരുന്നവരേക്കും. നീ കറക്റ്റ് ആടാ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഹൊറർ എക്സ്പീരിയൻസ് ക്ലൈമാക്സ്. ഓക്കെ വ്യൂവേഴ്സ്, ഇപ്പൊ എന്റെ ടീം ലാബിനകത്താ ഉള്ളത്. നോക്കാം എന്താ സംഭവിക്കുന്നെന്ന്.
മോണിക്ക, നിനക്ക് ഗ്ലൂക്കോസ് വേണോ? വട്ടാണോ? ഹേയ്, ഈ സ്ഥലം കണ്ടാൽ ഒരു ലാബ് പോലെ ഉണ്ടല്ലേ? തറയിലാണെങ്കിൽ ഡസ്റ്റും വെള്ളവും ആണല്ലോ. എവിടെയോ വെള്ളം ലീക്ക് ആവുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? ആ അതൊരു പഴയ ലാബാ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണം കേട്ടോ. ഹേയ്, താറയിൽ മുഴുവൻ എന്താ മെഡിസിൻസ് ആണല്ലോ. ഏയ്, അവിടെ കണ്ണാടിച്ചില്ലേ, നോക്കി നടക്ക്. ഉം. മോണിക്ക, ഇങ്ങോട്ട് നോക്കി. എവിടെ? ചുമരെല്ലാം ഭയങ്കര ഫയർ റേസസ് ആണല്ലോ. യെസ് ക്യാപ്റ്റൻ. ആ ചെവരിലേക്ക് ഒന്ന് പാൻ ചെയ്തേ. അവിടെ ശ്രീ, ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. ഇവിടുത്തെ വുഡൻ പീസസ് ഒക്കെ കൊലാപ്സ് ആയിരിക്കും. പേടിയാവുന്നില്ലേ? എടശ്രീ, അവിടെ നോക്ക്, ഒരു ഡോൾ പോലെ ഇല്ലേ? ഡോളോ? ജോസഫ്, ആ ഡോളിലേക്ക് സൂം ചെയ്യേ. വ്യൂവേഴ്സ്, ആ ഡോളിലേക്ക് ഒന്ന് നോക്കിക്കേ. അത് ആക്ച്വലി ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ട്. ഏയ് വാ, ഇതിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. സെൽഫി എടുക്കാം. ആർ യു പീപ്പിൾ വാച്ചിങ് സെസ്റ്റീസ്? ബി കെയർഫുൾ ഗൈസ്. നിങ്ങൾ ഒരു ലാബിലാ ഉള്ളത്. ഹേയ്, പോ. വാട്ട്സ് ദി സ്മെൽ? എന്തൊരു നാറ്റാണ്. മോണിക്ക, റിലാക്സ്. മോണിക്ക, എന്താ അത്? മോണിക്ക, don't run. പാനിക് ആവരുതെന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഓടുന്നേ? ഗൈസ്, ആർ യു ഓക്കേ? Phone looks colorful. Let's see. ഗൈസ്, സ്റ്റാൻഡ് ബൈ. വിക്കി, ആക്ഷൻ. ഗായ്സ്, വരൂ. നീ നടക്ക് നടക്ക് നടക്ക്. Guys, we reached in 3rd floor. We are only going to cover this place. You all will soon know why. Over to Nikki. ഇതിനു മുൻപ് കണ്ട പലരും പെർട്ടിക്കുലറായി ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അല്ലാതെ തേർഡ് ഫ്ലോർ, അതായത് ഈ ഫ്ലോറിലാണ് പാരാനോർമൽ ആക്ടിവിറ്റീസ് കൂടുതലാണെന്ന് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ ഗോസ്റ്റ് നന്ദിനിയുടെ പ്രേതം ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ലൈവിലാണുള്ളത്. നമ്മുടെ ടീം ലീഡർ ഭരത് പറഞ്ഞ പോലെ നന്ദിനി കാരണം മരണപ്പെട്ടവരുടെ ആത്മാക്കൾ ഇവിടെ തന്നെയാണ് ഉള്ളതെന്നാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദിസ് റൂം. What the fuck? ഹേയ്, രൺവീർ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മൾ ലൈവിലാണ്. എനിക്ക് ക്യാമറ ഇങ്ങോട്ട് പാൻ ചെയ്ത്. ഹായ് ഗൈസ്, ഇതാണ് ആ ഗോസ്റ്റ് സ്പോട്ട്. ബട്ട് ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഇതെല്ലാം വിശ്വസിക്കൂ. അതുകൊണ്ടാണ് ഫോളോ അപ്പ് ക്യാമറയും കോബ്ര ക്യാമറയും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആത്മാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ക്യാമറയിൽ അത് പെടും. അത് പെടുമെന്ന് നമുക്ക് നോക്കാലോ, അല്ലേ? ഗൈസ്, ഫർദർ ആയിട്ട് ഈ റൂം നന്നായിട്ട് കവർ ചെയ്തോളൂ പറയൂ കേട്ടോ. ക്രിഷ്. ഓക്കെ കൃഷ്. ഓക്കെ, ഓവർ ടു വൈഷു. ഏയ്, അവിടെ നിന്ന് നോക്ക്, അവിടെ. എവിടെ? ഹേയ്, എനിക്കൊന്നും കാണാൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിനക്ക് മാത്രം കാണാൻ പറ്റുന്നത്, എനിക്കൊന്നും കാണാൻ ഒരുപാട് വയ്യ. വർഷമായിട്ട് അങ്ങോട്ട് ഇവിടെ നോക്കിയേ, ആരും എന്താ വരുന്നില്ലെന്നല്ലേ? അപ്പൊ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്? ദേ നോക്ക്, എങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നെന്ന്. ഹോട്ട് ടെസ്റ്റ് ബമ്മോ? വൺ സെൽഫി? എന്താണ് അതൊക്കെ? ഏയ്, വാ വാ. വരാം. എന്താണിത്? അത് തൊടണ്ട. നിക്ക്, വേണ്ട. ഇതെന്താന്ന് നോക്ക്. ഏയ്, ഇത് നോക്ക്. വേണ്ട, എന്നെ അടുത്ത് ഏയ്, കൊണ്ടുവരണ്ട. ഏയ്. വേണ്ട, അത് താഴെ ഇടല്ലേ പറഞ്ഞേ. വേണ്ട, എന്തിനിങ്ങനെ വേണ്ട. പേടിക്കുന്നെ? വേണ്ട, ശരി, താഴെ ഇട്. വീഡിയോ Damn it. ജോസഫ്, അയ്യോ, താഴെ ഓ, വീണു. വേണ്ട, താഴെ ഇടല്ലേ ശരി, പറഞ്ഞേ. എനിക്ക് ശരി, പേടിയാ. ശരി, വേണ്ട, cool. താഴെ ഇടത്. ഞാൻ ഇട്ടേക്കാം. ഞാൻ ഇട്ടു. ഓക്കെ, ഫേസ് കാണിക്കേ. ഒന്ന് ഫേസ് കാണിക്കേ. വീഡിയോ എടുക്കട്ടെ. വൈഷ്ണവി, അവനൊന്ന് കൂളാക്കി. അച്ചോടാ, വെറുതെ എന്തിനാ അയ്യോ, നീ പേടിക്കില്ല. പേടിയാക്കി? ജസ്റ്റ് കൂൾ. എടാ ജോസഫ്, എന്തിനാടാ പേടിച്ചിട്ട്? പോക്കേ. പോകാം. എന്താണ് നീ ഇതിനൊക്കെ പോയി പേടിക്കുന്നേ? ശരി, വാ, ഒന്നുമില്ല, റിലാക്സ്. വെൽ വ്യൂവേഴ്സ്,
നമ്മളിപ്പോൾ ഒരു കളി കളിക്കാൻ പോവാണ്. ഇറ്റ്സ് കോൾഡ് ദ ഓജോ ബോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓജോ ബോർഡിനെ കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. ഈ ഗെയിം വന്നിട്ട് സ്പിരിറ്റ്സിന് വേണ്ടിയുള്ളതാണ്. ഒരു ബോർഡ് വെച്ചിട്ട് അതിന്റെ നടുക്ക് ഒരു ക്യാൻഡിൽ വെച്ചിട്ട് സ്പിരിറ്റ്സിനെ വിളിക്കുന്നതാണ് ഈ ഗെയിം. ഇപ്പൊ നമ്മുടെ സോൾ സീക്രറ്റ്സ് ടീം ആ ഓജോ ബോർഡിന് ചുറ്റിനും ഇരിക്കാൻ പോവാണ്. ഈ ആപത്തായ പൂജ ചെയ്ത് ഞങ്ങൾ നേഴ്സ് മറിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്. അവൾക്ക് വരാം, വരാതെ ഇരിക്കാം. പക്ഷേ ഇതൊരു ഭയങ്കരമായ ഗെയിമാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. പേടിക്കാണ്ട് എല്ലാം പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യണം കേട്ടോ. അളിയാ, ഫോക്കസ് ചെയ്യടാ. ജനങ്ങളെ, ഈ പ്രോഗ്രാം മാത്രം ലൈവ് പോയില്ലെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ഈ റൂം വിട്ട് ഓടിയിട്ടുണ്ടാവും. ബിക്കോസ് ഞങ്ങൾ അത്രയ്ക്ക് ഭയവും നെർവസും ആയിട്ടാ. ബട്ട് വി ആർ ടയർഡ് അപ്പ് ഹിയർ. നമ്മുടെ ഗ്യാങ്ങിൽ ഏറ്റവും യങ്ങസ്റ്റ് ശ്രീയ. അവളായിരിക്കും ഈ റിച്വൽസ് എല്ലാം പെർഫോം ചെയ്യാൻ പോകുന്നത്. എന്താ ശ്രീ, നീ തന്നെ ചെയ്താവണം. ധൈര്യമായിട്ടിരിക്കേ. പേടിക്കണ്ട. അതെ അതെ. ഇത് ഭയങ്കരമായിരിക്കും. സോ ലെറ്റ്സ് സീ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വരണം. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഞങ്ങളുടെ മുൻപിൽ കാണൂ. ഞങ്ങളെ ഒന്നും ചെയ്യരുതേ. ഈ റൂമിനകത്ത് എന്തെങ്കിലും സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ തെളിവ് കാണിച്ചു തരണമേ. ഞങ്ങൾക്കാർക്കും ഒന്നും പറ്റരുതേ. ഇത് വേറെ ലെവലാണ്. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് ഞാൻ പറയുന്നേക്ക്. ഓടരുത് ഗൈസ്, ഓടരുത്, ഓടരുത്. നമ്മൾ ലൈവിലായിപ്പോ. ഓക്കെ വ്യൂവേഴ്സ്, നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ആ ബ്രേക്കിൽ നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ വീഡിയോസും ഞാൻ റീപ്ലേ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് മീറ്റ് യു ഇൻ 10 minutes. ഗൈസ്, എല്ലാവരും ഒന്നിച്ച് ഫ്രെയിമിനകത്ത് വന്നേ. നിങ്ങൾ അവിടെ സംഭവിച്ചതെല്ലാം കണ്ടിരുന്നില്ലേ? എനിക്ക് എൻ്റെ കണ്ണിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കഥ പുറത്തുനിന്ന് പൂട്ടിയിരിക്കായിരുന്നു. ഗൈസ്, നിങ്ങൾ റിച്വൽ തുടങ്ങി കുറച്ച് നേരത്തിൽ തന്നെ ക്യാൻഡിലൊക്കെ ആടാൻ തുടങ്ങി, അണഞ്ഞുപോയി. മോളി കെട്ടിയിരുന്ന ബെല്ലെല്ലാം താനെ തന്നെ അടിക്കാനും തുടങ്ങി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാമറ പോലും മാറിപ്പോയി. ഗൈസ്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും റിസ്ക് എടുത്ത് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തന്നെ ആവണം. എല്ലാവരും പേടിച്ച് തോർന്നിക്കുക. അളിയ ഹെവി പെർഫോമൻസാ. എല്ലാവരും വിശ്വസിച്ചു. നിക്ക് അളിയ, സൂക്ഷിച്ച്. പറയൂ ബ്രോ. ആർക്കും ഒരു ഡൗട്ടൊന്നുമില്ലല്ലോ? ഡൗട്ടാ? ചാൻസേ ഇല്ല ബ്രോ. ഗ്രേറ്റ് ഓപ്പണിംഗ് ഡാ. ഹായ് ബ്രോ. പക്ക കാണുന്നുണ്ടോ? ഓക്കെ, നിൽക്കുന്നുണ്ടോ നോക്കേ. കറക്റ്റായിട്ട് ആ ഫാനിന്റെ പുറത്ത്. ഓക്കെ, അതിന്റെ അടുത്ത് ആർക്കെങ്കിലും പോയി നോക്കാൻ പറ്റും. ക്യാരി ഓൺ. ഛേ, വിഗാടാ. ഗ്രേഷ് ബ്രോ ഓക്കെ അല്ലേ? വന്നാ എല്ലാരും പേടിച്ചു പോവും.
സോൾ സീക്കേഴ്സ്. ഒരു ഡൗട്ടും വരാതെ സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ബ്രോ. കീപ് ഇറ്റ് അപ്പ്. എല്ലാം അങ്ങനെ തന്നെ പോട്ടെ ബ്രോ. എത്ര വ്യൂസ് പോയിട്ടുണ്ടാവും? വാവ്, 4 lakh വ്യൂസ്. ബോയ്സ്, നമ്മൾ ഈ ട്രെൻഡ് തന്നെ കീപ്പ് അപ്പ് ചെയ്താ ഈസി ആയിട്ട് 1 million വ്യൂസ് ടച്ച് ചെയ്യാൻ പറ്റും. കീപ് ഗോയിങ് ബോയ്സ്. ബ്രോ വേറെ ലെവലാ നിങ്ങൾ. എടാ ദുഷ്ടന്മാരെ. ചിയേഴ്സ്. No. Hello, Bharat. God damn it. Come on. Damn God. Hi Bharat, Kiran. Hey guys, we are back to lab now. അവിടെ നടന്ന പൂജയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ ലാബിനകത്ത് വരുന്നത്. നിങ്ങളെ പോലെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോഴും ആ പൂജയിൽ എന്താ നടന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിവേ ഗൈസ്, ഈ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് തന്നെയാ ഞങ്ങളുടെ ഉദ്ദേശം. എടാ ബാജി, കണ്ടതിലൊക്കെ കൈ വെച്ചോണ്ട് നിൽക്കാതെ. എടാ കിരൺ, അതിനെ ഓപ്പൺ ചെയ്തേ. എന്ത് കണ്ടാലും നിനക്ക് തുറന്നു നോക്കണം അല്ലേ? എന്തോ സ്മെല്ല് വരുന്ന പോലെ അല്ലേ? എടാ ഇത് ലാബാ. കെമിക്കലിന്റെ സ്മെല്ലൊക്കെ വരെ തന്നെ ചെയ്യും. അയ്യേ, എടാ ഇത് കെമിക്കലിന്റെ സ്മെൽ അല്ല, ഗഞ്ചാവിന്റെ സ്മെൽ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. പ്രേതത്തിനെ കണ്ടുപിടിക്കാൻ അമാരാ രാത്കോ നെയ് ഓത്തായെന്ന് വന്നിട്ട് ഒന്ന് പോടാ. ഞാനും ശ്രേയും മുൻപ് ഇവിടെ വന്നതാണ്. അതെ. അന്നേരം കെമിക്കൽ ബോട്ടിൽ താഴെ വീണ് പൊട്ടി. ദേ നോക്ക്. അതെയോ? അതിനിടയ്ക്ക് ഒരു കഥ മെനഞ്ഞെടുത്തു. ഏയ് ശ്രീ, ആ ഡോള് മുകളിലല്ലേ ഉണ്ടായേ? അതെ. ഇപ്പൊ എങ്ങനെ താഴെ വന്നേ? എനിക്കറിയില്ല. തുടരരുത്. മോണിക്ക കൂൾ. അയ്യേ, താഴെയല്ലേ കിടക്കുന്നത്? നിന്റെ തലയുടെ പുറത്താണോ ഇരിക്കുന്നത്? എന്തിനാ കരയുന്നത്? ചുമ്മാ പറഞ്ഞതില്ല. ആദ്യം ഷെൽഫിലുണ്ടായിരുന്നു, ഇപ്പൊ താഴെ. ഗൈസ് ഡോണ്ട് ഫൈറ്റ്. ഗൈസ് ഒന്ന് റിലാക്സ് ആവുക, ഓക്കേ? അത് ശരിയാണ്. ഇത് സെൽഫിലല്ലേ ഉണ്ടായിരുന്നേ? ഇതെങ്ങനെയാ താഴെ വന്നത്? വ്യൂവേഴ്സ്, ഇപ്പൊ നോക്കിയാ ഇതിനു മുമ്പ് മോണിക്ക പറഞ്ഞത് ആ ഡോള് ടോപ്പ് ഷെൽഫിലായിരുന്നു, ഓക്കെ? പക്ഷെ ഇപ്പൊ അവള് പറയുന്നത് അത് താഴെ കിടക്കുക. സംതിങ്സ് ഹാപ്പനിങ് ഗൈസ്. ഈ ഡോൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ ഡോള് നമ്മൾ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ കണ്ടില്ലേ? ഒരു നേഴ്സിന്റെ കയ്യിലല്ലേ അതുണ്ടായിരുന്നത്? അതെ. ഈ പാവയാണ് മോണിക്ക കണ്ടപ്പോ ഷെൽഫിന്റെ പുറത്ത് ഇരുന്നതെന്ന് പറഞ്ഞത്. ഗൈസ് ഡോണ്ട് ബി ഷോക്ക്ഡ്, ഓക്കെ? ഇതേ പാവയാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയില് നേഴ്സ് മറിയയുടെ കയ്യിലും ഇരുന്നത്. പൂജ കഴിഞ്ഞതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഇതും ഒന്നാണ്. അത് കാരണമാ മുകളിലിരുന്ന പാവ താഴെ വീണത്. ഇത് താനേ നടന്ന സംഭവമാണോ അതോ ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ചെയ്തതാണോ എന്ന് ക്രിസ് ബ്രോ,
നമുക്ക് പോവാം. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നല്ലോടാ. പിന്നെ വെറുതെ ആണോ? ഷേ, എന്തൊരു ആക്ടിങ് അവന്മാരുടെ. അളിയാ, മൂഡ് ചേഞ്ച് ബ്രോ. ഓക്കെ, ഹേയ് ഭരത്, പറയും മോണിക്ക. ഇനി ഇങ്ങനത്തെ റിസ്കുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ പുറത്തു പോകും. ഓക്കെ മോണിക്ക, സോറി. ഇങ്ങനെയുള്ള സ്ഥലത്ത് തൊടാൻ പാടില്ല, നിനക്ക് അറിഞ്ഞൂടെ? സോറി. ഇത് ശാപം കിട്ടിയ സ്ഥലമാണ്. നീ ചെയ്യുന്ന കാര്യത്തിൽ എത്ര റിസ്ക് ഉണ്ടെന്ന് അറിയാമോ? ഇനി എന്ത് ഒന്നും sorry? തൊടത്തില്ല ഞങ്ങള്. ഐ എം സോറി. മോണിക്ക, ഡയറക്റ്റ് റിലേ ടെലികാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രോഗ്രാം വ്യൂവേഴ്സ് കണ്ടോണ്ടിരിക്കുക. ക്യാൻ യു പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്? സത്യമായിട്ട് നിങ്ങൾ എല്ലാരും എങ്ങനെയാ വേഗം പണി തീർക്കുന്നതെന്നാ നോക്കുന്നത്. നിങ്ങളുടെ ഇല്യൂഷനെ ഞാനും ഫോളോ ചെയ്യാൻ പോവാ. പക്ഷേ നമ്മൾ ഇത്രയും നേരം ചെയ്ത ജോലിയെല്ലാം ഒറ്റ അടിക്ക് യൂ ടേൺ അടിച്ച് മൊത്തം 0 ആയി പോവും. എന്നിട്ട് കുറച്ചുകൂടെ സമയം ഒറ്റ കഴിയായി നിന്ന് ഈ പ്രോഗ്രാമിനെ എങ്ങനെയെങ്കിലും തീർത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കേ, ഗോ ഹെഡ്. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ അഹെഡ്. ശരി, വാടി നമുക്ക് പോകാം. ശരി, വാ. എടാ സൂര്യ, നീ എന്തെടുക്കുവാടാ? എടാ കപ്പല് മുങ്ങിയ പോലെയാണല്ലോടാ മോണിക്കയുടെ സൗണ്ട്. സൂര്യ, ഓ കേൾക്കുന്നുണ്ടോ? ആ ക്യാമറ നേരെ ഒന്ന് ഫിക്സ് ചെയ്തേ. ഓക്കെ ബ്രോ. ഗൈസ് വരൂ. പതുക്കെ തുറക്കടാ, പേടിയാവുന്നു. അളിയാ, ഇതിനെ കാണാൻ കോഞ്ചറിങ്ങിന്റെ വീട് പോലെ ഉണ്ടടാ. നമുക്ക് പോയി നോക്കാം, അതിലെന്താ. എല്ലാരും വരൂ. എടാ മുന്നോട്ട് പോടാ. എന്തിനാ പിറക്കെ കൂടെ നടക്കുന്നേ? എന്നെ വെച്ച് എല്ലാ ടെസ്റ്റും ചെയ്യടാ. അവളവിടെ സെൽഫി എടുത്തോണ്ടിരിക്ക. അവള് വന്നോളും, നമുക്ക് പോവാം. ബീറോ ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പ്രേതത്തിന്റെ ഡ്രസ്സിംഗ് റൂം ആയിരിക്കേ. ചുമക്കലടി, എക്കോ ഓടിക്കുന്നു. ഇവൾ എല്ലാത്തിനും പേടിച്ചിട്ട് നമ്മളെയും പേടിപ്പിച്ചോണ്ടിരിക്ക. അളിയാ, ഇപ്പുറത്ത് വന്നൊന്ന് നോക്ക്. പ്രേതം ഏത് ഗ്യാപ്പിൽ വേണമെങ്കിലും കാണും. ഒന്നും വിടാതെ ക്യാപ്ചർ ചെയ്യ. ഈ ബീറോയില് കതവിന്റെ മുകളിലുള്ള ഈ ഓട്ട കണ്ടോ? ഒരാളുടെ കൈ ഇടാനുള്ള സ്ഥലം ഉണ്ട് അതില്. അളിയാ, വേറെ ഒരു കാര്യം പറഞ്ഞാൽ നീ പേടിച്ചു പോവും. ഈ ബീറോക്കകത്ത് വെച്ചാ ഈ അസൈലമിലുള്ള എല്ലാ പേഷ്യൻസിനെയും ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത്. നീയല്ലേ ഏറ്റവും ധൈര്യശാലി. അകത്ത് കൈയിട്ട് നോക്ക്. അങ്ങനെയാണോ? അതിങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. എന്താ സ്റ്റൈൽ? ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എന്തോ പോലെ ഉണ്ടോടാ ഇത് കാണാനായിട്ട്. ഇതിനകത്ത് വെച്ച പോലെ കൈയൊക്കെ നല്ല കൂളാവുന്നടാ. അയ്യോ, കൈ, എന്റെ കൈ. ഇവരൊക്കെ എന്ത് കണ്ടാലും പേടിച്ചു പോവാണല്ലോ. ഇതെങ്ങനെയാ ഓണായത്? എന്താ പറ്റിയത്? ഹലോ ജോസഫ്. ഒരു സെക്കൻഡ് ക്രിഷ്. എടാ, മോണിക്ക, ക്യാമറ ദാ. നിനക്ക് ഈ ബീറോയ്ക്കകത്ത് എന്താ ഉള്ളതെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. എടാ, ഇട്ട് നോക്ക്. വരാൻ പറയും. എടാ, സത്യമായിട്ട് അവന്റെ കൈ ലോക്കായിരിക്കണേ. കൈ മുഴുവൻ ചോരയാ, നോക്ക്. കൈ നോക്കി.
അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. പിങ് പോങ് പോലെ സൗണ്ട് കേൾക്കുന്നു ബ്രോ. ഇവിടെ അതെ, ഈ സ്ഥലത്ത് അതേനെ സ്വയർ. ആ EDM മീറ്റർ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. എവിടേക്കാണോ പോയത്? എടാ ഓടിക്കോ 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 ഓടിക്കോ. ബ്രോ 150 കാണിക്കുന്നു ബ്രോ. ഇവിടെ കുറെ പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ട് ബ്രോ. ഇവിടെ ഉണ്ട്, നമുക്ക് പോവാം. വാ, നിൽക്കണ്ട, വാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ എന്തോ ഉണ്ട്. വാ, നമുക്ക് വേഗം പോകാം. വാ, വേഗം പോകാം. വേഗം വാ. വാ, വേഗം പോകാം. എനിക്ക് കാല് കുറച്ച് നേരമുള്ളൂ. വാ വാ വാ. മോണിക്ക, പോകാം. അത് നോക്ക്. മോണിക്ക, ഇത് കണ്ടോ? ലെറ്റ്സ് ലിവ് ടുഗദർ എന്നല്ലേ എഴുതിയിരുന്നേ? അതെ. എങ്ങനെയാ ലെറ്റ്സ് ഡൈ ടുഗദർ എന്ന് മാറിയത്? രക്ഷിക്കൂ, ഞങ്ങൾക്ക് പേടിയാകുന്നു. എല്ലാരും എവിടെയാ? രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങൾക്ക് പേടിയാകുന്നു. അളിയാ, നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഞാൻ പറയുന്നില്ലേ ഇതൊന്നും വർക്കൗട്ട് ആവില്ലെന്ന്. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാം. നീ എന്താ സംസാരിക്കാൻ പോകുന്നവന്റെ അടുത്ത്? ക്രിഷ് ബ്രോ. ഹലോ ക്രിഷ് ബ്രോ, കേൾക്കുന്നുണ്ടോ? ആ പറയേ. എന്താ ബ്രോ? നിങ്ങളൊന്നും സംസാരിക്കാത്തെ? കണക്ഷൻ ബാഡ് ആയിരുന്നു, അതുകൊണ്ടാ. ഓ, മോണിക്ക, ശ്രീ, പിന്നെ ആ ജോസഫ് എല്ലാരും റൂം വിട്ട് ഓടി. അറിയില്ല നിങ്ങൾക്ക്? ആ, ഞാൻ കണ്ടു. ആ ചെവിരിന്മേലുണ്ടായിരുന്ന വേർഡിങ്സ് ഒക്കെ മാറിയെന്ന് അവള് പറഞ്ഞു. അതാദ്യം നിങ്ങൾ ചെക്ക് ചെയ്തോ? എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. Then what's wrong with them? എന്താ അവരുടെ പ്രശ്നം? ആ മോണിക്ക അല്ലേ, അവൾ ആദ്യം തൊട്ടേ കുറച്ച് വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു. നീ ആ പാവയെ കൂടെ തൊട്ടതിന് ശേഷം അത് അവളെ വല്ലാണ്ട് ട്രിഗർ ചെയ്തെന്നാ തോന്നുന്നേ. അപ്പൊ ആ ജോസഫിന്റെ കൈ കീറിയതാരാ? അത് പഴയ ബീറോ ആയിരുന്നില്ലേ, അതില് കൈവലം പെട്ട് കീറിയതായിരിക്കും. നേരിൽ നിന്ന് കണ്ടത് ഞാനാ, എനിക്കറിയില്ലേ. മേ ബി അവിടുന്ന് പോവാൻ വേണ്ടി അവരിട്ട പ്ലാൻ വല്ലതായിരിക്കും. ഇവനെന്താ പ്രാന്തനാണോ? ഒന്ന് നിക്കേ. പിന്നെ അവളുടെ മുടി കാറ്റിൽ അങ്ങനെ താനെ പറന്നുപോയില്ലേ? ആരെങ്കിലും ടേബിൾ ഫാൻ വന്ന് വെച്ചോ അവിടെ? ഞാൻ നേരെ നിന്ന് കണ്ടതാ, ക്യാപ്ചർ ചെയ്തതാ. അതാണ് എനിക്കും വളരെ സ്ട്രേഞ്ച് ആയി തോന്നിയത്. 2 seconds, ഞാൻ ചെക്ക് ചെയ്ത് പറയാം. എനിക്ക് തോന്നുന്നത് പുറത്തു നിന്ന് കാറ്റടിച്ചെന്നാ. എടോ, ഇത് ഞങ്ങൾ കംപ്ലീറ്റ് സീൽ റൂമിലായിരുന്നത്. എവിടെന്നാടാ കാറ്റ് വരാൻ? എടാ, അവൻ നമ്മളെ വട്ടന്മാരെന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നേ. വേണ്ട, ഇത് ശരിയാവത്തില്ല. ഇവിടെ എന്തോ ഒരു അമാനുഷ്യമുണ്ട്. ഞങ്ങള് ഇതോടെ നിർത്തിക്കോളാം. എന്താണോ വിചാരിച്ചോണ്ടിരിക്കുന്നേ? സൂക്ഷിച്ചു കേട്ടോ, നമ്മുടെ പ്രോഗ്രാം കഴിയുമ്പോ എന്തുമാത്രം വ്യൂ ആ വരുന്നതെന്നറിയോ? വെറുതെ ചോദ്യം ചോദിച്ചിട്ട്. ഏകദേശം 10 ലക്ഷം. ഇപ്പൊ ഈ പ്രോഗ്രാം സ്കിപ്പ് ചെയ്താലേ ആരാടാ ഈ കണ്ടന്റ് മേടിക്കാ? എടാ, എന്ത് സ്വാർത്ഥനാടോ താൻ? മോണിക പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ നീ വന്ന് ഉത്തരം പറയോ? പറയടാ, നീ ഉത്തരം പറയോ? What the fuck? Damn it! മോണിക്ക, 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 നിൽക്കൂ മോണിക്ക. മോണിക്ക, എനിക്ക് പേടിയാകുന്നു. മോണിക്ക, എവിടേക്കാ പോകുന്നേ? മോണിക്ക, നമ്മൾ ചെയ്തതിന് അവർ സെൽഫി എടുക്കുന്നതാണ്. ആ നന്ദിനി നമ്മളിന്റെ വീടില്ല, നോക്കിക്കോ.
ജോസഫ് എന്താ വൈഷു പെട്ടെന്ന് വാ പെട്ടെന്ന് വാ സെൽഫി പെട്ടെന്ന് വാ പോവാ ഞാൻ വരാം ജോസഫ് രക്ഷിക്കണേ അളിയാ ഇത് ശരിയാവത്തില്ല, വാ നമുക്ക് പോവാം, വാ പോവാം. അളിയാ ഈ സിറ്റുവേഷനിൽ നമ്മൾ പിന്മാറിക്കഴിഞ്ഞാ ഇത്രയും നേരം ജീവൻ പണയം വെച്ച് പണിയെടുത്തൊക്കെ വേസ്റ്റ് ആയി പോവും. അതിന് ഒന്ന് ആലോചിച്ച് നോക്കടാ, നമ്മൾ ഡീൽ സംസാരിച്ച 1 കോടിക്കാ ഇപ്പൊ അവന് കിട്ടാൻ പോകുന്ന 3 കോടിയും അതിന്റെ 50% എന്ന് വെച്ചാ നമുക്ക് 1.5 കോടി കിട്ടും. ലൈഫേ സെറ്റിലാടാ, ഒന്ന് ആലോചിക്കളിയാ. ക്രിഷ് ബ്രോ, ഈ കണ്ടീഷനിൽ ഞങ്ങൾ മുന്നോട്ട് പോകണമെങ്കിലേ ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വാട്ട് കണ്ടീഷൻസ്? നമ്മുടെ ഡീല് 50% ആയി മാറ്റണം. 50%ഓ? അതെ, 3 കോടിയില് 50%, 1.5 കോടി. ഈ ഡീൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ റെഡിയാ. ആൻഡ് എല്ലാവർക്കും ചേർത്ത് ഒറ്റ ഷെയർ വേണം. എന്തു പറയുന്നു? യെസ് ഓർ നോ? 50%ഓ? 50%? ഓക്കെ ഓക്കെ. ചെയ്തേക്കാലോ, നമുക്ക് ചെയ്യാം. അങ്ങനെ വാ വഴിക്ക്. നിങ്ങൾക്ക് മാത്രം 50%. ഓക്കെ അല്ലേ? എന്നിട്ട് ഗൈസ്, ഒരു പണിയും കൂടെ ഉണ്ട്. പറയേ ക്രിഷ്, ഞങ്ങൾ ചെയ്തു തരാം. എങ്ങനെയെങ്കിലും 2nd ഫ്ലോർ, 3rd ഫ്ലോർ, 4th ഫ്ലോറും കൂടെ റിസ്ക് എടുത്തെങ്കിലും കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്തേക്കാം. നിങ്ങൾ ആ ഫ്ലോർ കവർ ചെയ്യുന്നവരെ ഞാൻ വേറെ എന്തെങ്കിലും ഷോട്ട്സ് പ്ലേ ചെയ്ത് മാച്ച് ചെയ്തോളാം. ഓക്കെ ഓക്കെ. എടാ ഭരത്, ഒരിക്കൽ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ദേഷ്യം വന്ന വയർലെസ് എടുത്ത് തറയിൽ അടിച്ചു കഴിഞ്ഞാലേ കൊന്നുകളെ ഞാൻ നിന്നെ. ഡീൽ ഡൺ. ഞാൻ പറഞ്ഞില്ല എല്ലാം ശരിയാകുമെന്ന്. ആ ഭാഗത്ത് എന്ത് ഇത്ര നേരമായിട്ട് ടെന്റ് കാണുന്നില്ലല്ലോ? മോണിക്ക, നമ്മൾ വിട്ടിട്ട് പോയ മാർക്കൊക്കെ ഇവിടെയല്ലേ ഉള്ളത്? മാർക്കെല്ലാം കറക്റ്റ് ആണ്. മോണിക്ക വാ, മോണിക്ക പോയേക്കാം. മോണിക്ക, ഈ സ്ഥലം ഇതേ സ്ഥലമാണ് മോണിക്ക. എന്തോ അമാനുഷികമായിട്ടുണ്ടല്ലേ? ഇതാ ലാബിലുണ്ടായിരുന്ന തിങ്സ് അല്ലേ ഇതൊക്കെ? അതെ. എങ്ങനെ ഇവിടെ വന്നു? അത് തൊടല്ലേ? തൊടണ്ട. ഇവിടെ പോകാം മോണിക്ക. വാ ശ്രീ. എന്ത് പറ്റി? പറ, എന്ത് പറ്റി മോണിക്ക? എന്ത് പറ്റി മോണിക്ക? അവിടെ പോകണ്ട, പോകണ്ടേ. പറയുന്ന തൊടല്ലേ? ശ്രീ, ശ്രീ എന്താ? എനിക്ക് പേടിയാവുന്നു ശ്രീ, എന്നെ നോക്ക്. ശ്രീ, എന്താ അത്? ഇവർ 9 പേരും ഈ വീഡിയോയിലുണ്ടെങ്കിൽ അപ്പൊ ഷൂട്ട് ചെയ്തത് ആരാ?
You shit! Oh shit! Shit! ജോസഫ്, Where are you? Somebody help! Help! Somebody help! Get... Hey, Joseph. ഈ വീഡിയോ കാണാനും പറ്റില്ല, എന്താ കണ്ടേ പറ്റൂ. മൊത്തത്തിൽ രക്തത്തിന്റെ കറയാ. ഈ വീഡിയോയിൽ ഇനി എന്താണുള്ളതെന്നറിയില്ലല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലെ ഷവർ റൂമാണ്. ഈ അസൈലത്തില് ഈ റൂമിലാണ് പ്രേതം, അതായത് ഡെവിൽ ചുറ്റിക്കറങ്ങുന്ന സ്ഥലമെന്ന് ആൾക്കാർ പറയുന്നത്. ഞാനും കിരണും ഈ റൂമിലാ ഉള്ളത്. ഈ റൂമിലാ നന്ദിനി ഉള്ളതെന്ന് ആൾക്കാർ പറയുന്നത്. ഓവർ ടു കിരൺ. ആരും എന്നെ പൊക്കുന്നടാ. എനിക്ക് പേടിയാ. ഓക്കെ വ്യൂവേഴ്സ്, നമ്മളിപ്പോൾ ഫൈനലായിട്ട് ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ ഈ ലൈവ് ഷോ ചെയ്തതിന് കാരണം തന്നെ ആ കൃഷ്ണ ജീവിച്ചിരുന്ന റൂമിലേക്ക് പോകാൻ വേണ്ടിയാണ്. നമ്മുടെ സോൾ സീക്കേഴ്സ് കൃഷ്ണ താമസിച്ചിരുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. സോൾ സീക്കേഴ്സ്, പ്രൊസീഡ്. ഓക്കെ ഗായ്സ്, ഫൈനലി നമ്മൾ ഈ മിസ്റ്ററി റൂമിലോട്ട് എത്തി. അരേ യാർ, എന്താ ഇത്? ഇവിടെ പിടിച്ചേ, ഒന്ന് നോക്കട്ടെ. എന്ത് പറ്റി? വെട്രി, അവനെ വിട്.
ഇത് തുറക്കാൻ ഇത്രയും ബുദ്ധിമുട്ടോ? തുറക്കാൻ പറ്റുന്നില്ല. എന്താടാ, ഒരു ഡോറ് പോലും നിങ്ങളെ കൊണ്ട് തുറക്കാൻ എടാ പറ്റുന്നില്ല. രൺവീർ രൺവീർ വാ വേഗം പോവാം വാ 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 പോ എന്ത് പറ്റി? അളിയ അളിയ one second, chill. എടാ കിരൺ ഒരു ആക്സിഡന്റ് പറ്റിയടാ. എടാ വാ വാ നമുക്ക് പോവാം വാ 10 ലക്ഷം വ്യൂവേഴ്സ് കണ്ടോണ്ടിരിക്കുമ്പോഴാണോ ഈ സമയം കേറി വന്ന് കുളം തോണ്ടാണോ നായിന്റെ മോൻ? ഞാൻ പറയുന്ന കേക്ക്. വാ. ക്യാപ്റ്റൻ എന്താ പറയുന്നേ? ഷെയർ അധികമായിട്ട് ചോദിക്കൂടാ. ഭരത്, ക്യാപ്റ്റൻ പറയുന്നത് സത്യമാണോ? എടാ അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. എടാ പൊന്നു മോനെ. എടാ അവനെ വിശ്വസിക്കില്ലടാ, ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പിന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വാ. എടാ എടാ, ഇത് ഞാനും കിരണും കൂടെ ചെയ്ത പ്രാങ്കാ. എടാ ഞാൻ പിന്നെ പറയാം, നീ വേഗം വാ. പ്രാങ്കോ? എനിക്കെല്ലാം ഇപ്പൊ തന്നെ അറിയണം. എടാ പറഞ്ഞാ കേക്കത്തില്ലേ? എടാ കളിച്ചിട്ട് both of you. Hold on. എടാ പറഞ്ഞാ മനസ്സിലാവത്തില്ല നിനക്ക്. വേണ്ട എന്താ എവിടെ പോയി? ക്യാമറ എന്തായി? ഹലോ, ക്യാമറയ്ക്ക് എന്ത് പറ്റി? എവിടെയാണ് നിങ്ങള്? എവിടെയാ നീ? എവിടെയാ നീ? എവിടെയാ നീ? എവിടെയാ നീ? ഭാരത്, എന്താ നടക്കുന്നതെന്നറിയില്ലല്ലോ. മൊത്തത്തിൽ കുഴപ്പം. ഇനി എന്ത് ചെയ്യും? നമ്മുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നല്ലോ. ഇതെങ്ങനെ അറിയാം?
ഇവിടെ ഇരുന്നാണല്ലോ അവൻ സംസാരിച്ചത്. ഇതിനു മുമ്പ് അവനെങ്ങനെ എവിടെ വന്ന് സംസാരിച്ചേ? അങ്ങനെ നടന്നു. ഇത് ഇവിടെ ഇവിടെ ഇരുന്ന് എങ്ങനെയാ അവൻ സംസാരിക്കുന്നത്? സംസാരിച്ചപ്പോ ഞാൻ അവനെ കണ്ടില്ലല്ലോ. ഗോൾഡൻ ഫിഷ് എങ്ങനെ വൈറ്റായി മാറി? ഇത് കൃഷി എന്ന ഫിഷല്ലേ? എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇവന്മാരുടെ ഒരു കാര്യം. ആ മാറ്റി മാറ്റി ഫോൺ ചെയ്ത് നമ്മളെ ജീവൻ എടുക്കുക. സാർ പറയണോ സാർ? നീ കലിപ്പയുടെ വീട്ടിൽ പോയിരുന്നു? ഞാനിപ്പോ അങ്ങോട്ട് തന്നെയാ പോകുന്നത് സാറേ. അവിടെ പറഞ്ഞ എവിടെയാണോ? ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുക സാറേ. വേഗം പോടോ. ശരി സാർ. ഓക്കെ സാർ. വെക്ക് ഫോണ്. നട്ടപ്പാതിരക്ക് വിളിച്ചുണർത്തിയിട്ട് അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കും. ഇതെന്താ ശബ്ദം? ടി വി എന്താ താനെ ഓടുന്നേ? Chris McNeil. Please go away. I'm Father Karras. I'm very sorry. അയ്യോ രക്ഷിക്കണേ. ഖലീഫ, ഒരു കഥ പറയട്ടെ ഞാൻ. ഹായ് ഖലീഫ. എടാ ക്ഷമിക്കടാ, ക്ഷമിക്ക്. നീ എന്തോടാ ഫോൺ എടുക്കാത്തെ? ഓക്കെ ഓക്കെ, പോലീസ് എന്ന എവിഡൻസ് എല്ലാം നിന്റെ കയ്യിലാ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലെന്താ ഉള്ളത്, ഏതാ ഉള്ളത് എന്നൊക്കെ എന്റെ അടുത്തൊന്ന് പറഞ്ഞേ. ഹലോ ബ്രോ, നിന്റെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാ അത് ഞാൻ വന്ന് സോൾവ് ചെയ്യണം. അതെ, എനിക്കൊരു പ്രശ്നമാണെങ്കിൽ ഞങ്ങളെ വലിച്ചെറിയോ അല്ലേ? നിന്റെ സിസ്റ്ററിന് ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നില്ലേ? അപ്പൊ ഞാനല്ലേ മേടിച്ചു കൊടുത്തേ? നന്ദിയില്ലാത്ത നായേ. സോറി അനിയ, ടെൻഷനായോണ്ട് പറഞ്ഞതാ. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് വീഡിയോ അയക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പ്രധാനപ്പെട്ട. എടാ, നീ ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. നീ ആ വീഡിയോയിൽ എന്താ കണ്ടെന്ന് മാത്രം പറയും. ആ എവിഡൻസ് പോലീസിന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. ഡാ ഭരത്,
ക്രിഷ് ഖലീഫ, സൂപ്പർ ബിയർ. ചോറ് തിന്നാലും അല്ലെങ്കിലും ബിയർ മാത്രം അടിക്കുന്നുണ്ട്. ഖലീഫ, 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 ഇവിടുന്ന് എങ്ങോട്ട് പോയി പാല് കിടന്ന് തിളയ്ക്കുന്നല്ലോ. ഖലീഫ, ഖലീഫ, ഇവിടുന്ന് എവിടെയാ പോയി തുളഞ്ഞത്? ഖലീഫ, ഖലീഫ, ഖലീഫ,
അയ്യോ എന്റെ അമ്മച്ചേ. ഖലീഫ ഖലീഫ ആരാ അത്? വെള്ളം അത് ഖലീഫ അതെ, ഞാൻ പറഞ്ഞതല്ലേ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പറയുന്ന കേക്ക്. നീ ധൈര്യമായിട്ടിരിക്കുക, മനസ്സിലായോ? സാർ, ഒരു മിനിറ്റ്. ആരാ നീ? ഖലീഫ അയച്ചത്. ഈ പെൻഡ്രൈവ് സാറിന്റെ അടുത്ത് തരാൻ പറഞ്ഞു. കേശവ, അതെ പെരുമാൾ, ഈ പെൻഡ്രൈവ് അവിടെ ഇരിക്കുന്ന സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് പോ വേഗം. പറ മോളെ. ഇല്ലെന്നേ, ഞങ്ങൾ അന്വേഷിക്കുകയല്ലേ. ദേ നോക്ക് മോളെ, അവനെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. നീ ഒട്ടും ഭയപ്പെടണ്ട. ഒരു നിമിഷത്തേക്ക്. അതിലെല്ലാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണുള്ളത്. ഒരു വൃത്തികെട്ട ക്രിമിനലിന്റെ കൂടെ ഇങ്ങനെ ഒരു നീചകൃത്യം ഞാൻ ചെയ്യില്ല സാർ. സാർ, ഇത് കണ്ടതോടെ എനിക്ക് പേടി തോന്നുന്നുണ്ട് സാർ. അവിടെ ഷൈൻ ഹോസ്പിറ്റലില് ഭയങ്കരമായൊരു അമാനുഷിക ശക്തി ഉണ്ട് സാർ. അവിടെ ചെല്ലുന്ന ആരെയും അവര് വെറുതെ വിടില്ല സാർ. കുട്ടികൾക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. ഇതിന്റെ സത്യം അറിഞ്ഞ ജീവനോടെ കാണുന്നുള്ള കാര്യം സംശയമാണ് സാറേ. സാറ് തന്ന എവിഡൻസ് ഉണ്ടല്ലോ, അത് കാലെടുത്ത് വെച്ച അതോടുകൂടി നമ്മുടെ കഥ കഴിയും. ഈ എവിഡൻസ് സാറിന്റെ കൈ കിട്ടിയ ദയവ് ചെയ്ത് കത്തിച്ച് കളയണം സാർ. ഇതിനെ കുറിച്ച് ആരോടും പറയരുത് സാറേ. ശങ്കർ ദയാൽ. ആരാ? ശങ്കർ ദയാൽ. ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കാന്ന് അറിയില്ലല്ലോ. ഇൻസ്പെക്ടറെങ്കിലും ഉണ്ടോന്ന് നോക്കാം. എന്താ അത്, ഇൻസ്പെക്ടറിനെയും കാണുന്നില്ലല്ലോ. എവിടെ പോയാന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രണ്ടുപേരും കൂടെ എവിടെ പോയിട്ടുണ്ടാവും? എന്താ ഇൻസ്പെക്ടറിന്റെ ഫോൺ ഇവിടെ കിടക്കുന്നേ? ഫോൺ വെച്ചിട്ട് എവിടെ പോയിരിക്ക? എവിടെ പോയിട്ടുണ്ടാവും? അങ്ങനെ പറയാതെ പോകുന്ന ആളല്ലല്ലോ. ഇവിടെ എല്ലായിടത്തും ചുറ്റിനും നോക്കിയിട്ട് ആളെ കാണുന്നില്ലല്ലോ.